ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു മുട്ട പപ്സ് അപാരതയാണ് കാണിക്കുന്നത്. എങ്ങനെ വീട്ടിൽ മുട്ട പപ്സ് ഉണ്ടാക്കാം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു നോക്കി മുട്ട പപ്സ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴും ഞാൻ എൻ്റേതായ രീതിയിൽ എളുപ്പത്തിലൊരു മുട്ട പപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം മൈദാപ്പൊടി എടുത്തിട്ടുണ്ടേ. അത്രയേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറേശ്ശെ ഒഴിക്കാവൂ. ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് വെള്ളം ഒഴിച്ചത്. കാര്യം എനിക്ക് വേറെ മാവില്ല അതിനകത്ത് ഇട്ട് യോജിപ്പിക്കാനും. അത് കണക്കന്നെ ചപ്പാത്തി പരുവല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് തുണി അലക്കി പരിചയമുള്ളവർക്കാണെങ്കിൽ എളുപ്പമാണ്. കൗണ്ടർ ടോപ്പിലോട്ട് ഇവനെ അങ്ങോട്ട് ഇടുക. ആറഞ്ചം പുറഞ്ചം അതിനെ ഇടിച്ചും പരത്തിയും തൊഴിച്ചും എല്ലാം നല്ല വൃത്തിയായിട്ട് അതിനെ എന്ത് ചെയ്യണം, മാവിനെ സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ എങ്ങനെ ഇതിനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന അതേ കണക്കായിരിക്കും നമ്മുടെ പപ്സ് സോഫ്റ്റ് ആവുന്നത്. പിന്നെ അതിനെ ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്യലല്ല, നീളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടാ. എന്നിട്ട് എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലേ, അത് കാരണം ഞാനതിനെ ഒന്ന് എണ്ണി നോക്കി. അപ്പോൾ ഒരെണ്ണം കുറവുണ്ട്. ഞാനിത് ആളെണ്ണം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്, ഒരാൾക്ക് ഒരെണ്ണം. അപ്പോഴുണ്ടല്ലേ അതിന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് നീട്ടി അതിൻ്റെ തലയ്ക്കൽ തന്നെ കത്തി വെച്ചു. പക്ഷേ കത്തിക്ക് മൂർച്ച പോരാഞ്ഞു, അത് മുറിഞ്ഞില്ല. പിന്നെ ഞാൻ കൈ വെച്ച് തന്നെ എടുത്ത് ഉരുട്ടി അതിനെ ഒന്ന് പരത്തി ഈ ഒരു പ്ലേറ്റിനകത്ത് ഞാൻ എണ്ണ വെച്ചേക്കുന്നുണ്ടോ. അത് ഒരുപാട് എണ്ണയൊന്നുമില്ല, ഒരു ഇച്ചിരി എണ്ണയുള്ളൂ കേട്ടോ. അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് തിരിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ എണ്ണ ആവുമല്ലോ. അത് കണക്ക് എല്ലാം ഉരുളയാക്കി ഞാൻ ഇത് കണക്ക് 2 പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വേറെ പരിപാടിയുണ്ട് കേട്ടോ. നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളിയും ഒരു കൊച്ചുള്ളി, പിന്നെ ഒരു 7-8 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം നമുക്ക് സുന്ദരികളുമാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു കട്ടിംഗ് ബോർഡിനകത്തോട്ട് വെച്ച് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതായിപ്പോൾ കണ്ടില്ലേ, അത് കണക്കാക്കി എടുത്തിട്ട് കുനുകുനാന്നരിയണം. കുനുകുനാന്നരിയുമ്പോൾ നമ്മുടെ വിരലുകളൊന്നും മുറിച്ചത് ഇടരുത് കേട്ടോ. കുനുകുനാന്നരിഞ്ഞാൽ മാത്രം മതി, വിരലിൻ്റെ ഒന്നും ആവശ്യമില്ല അതി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലേ, അതിനെ ഈ ഇടികല്ലിനകത്തിട്ട് നന്നായിട്ട് അറഞ്ചം പുറഞ്ചം ഇടിച്ച് പശയാക്കുക. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ഇടണേ. അപ്പോൾ ഇഞ്ചിക്ക് ഇച്ചിരി വലിപ്പം കൂടുതൽ കാരണം ഞാൻ അതിൽ നിന്ന് ഇച്ചിരി കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. പിന്നെ ആണെങ്കിൽ ആ ഇഞ്ചിയും ആ വെളുത്തുള്ളിയുടെ കൂടിയിട്ട് നന്നായിട്ട് ഇടിച്ച് പേസ്റ്റാക്കുക. അവരെല്ലാം മേടിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലേ, അതാണ് യൂസ് ചെയ്തത്, ഞാനത് ഉപയോഗിച്ചില്ല. ഇനി പച്ചമുളകിന് ഒരു വിഷമം വേണ്ട, അവരുടെ കൂടെ തന്നെ കിടക്കട്ടെ. അങ്ങനെ അതിനെയും വെച്ചു. എന്താ ഭംഗി, ഒരു രാജാവിനെ പോലുണ്ടല്ലേ. എൻ്റെ പുതിയ പാനായത് കേട്ടോ. എണ്ണ അത് വളരെ കുറവായിരുന്നു കേട്ടോ, ഞാൻ ഊറ്റി ഒഴിച്ച് ചെയ്ത് കേട്ടോ. ഇനി മേടിച്ചെങ്കിലേ ഉള്ളൂ എണ്ണ. അപ്പോൾ നമ്മൾ ആ എണ്ണ ചൂടായപ്പം സവാള ഇട്ട് കേട്ടോ. സവാളയിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതൊരു വലിയ ടാസ്ക്കാണ്, എനിക്കിഷ്ടമില്ലാത്ത ജോലിയാണ് കേട്ടോ. കുറേ നേരം നിന്ന് വഴറ്റണം. അത് നമ്മൾ അടച്ചു വെച്ചൊന്നും അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അതിനെ നന്നായിട്ട് എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കണം, എന്നാലേ മസാലയ്ക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. പിന്നെ കണ്ടോ ഈ കോല്, ഇതെന്താ പറയുക, തവിയാണോ കോലല്ല, തവിയെന്ന് തോന്നുന്നു. ഇതിനെ തവിയെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് പാൻ വാങ്ങിച്ചപ്പം കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, നന്നായിട്ട് വാടുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഈ പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലേ, അത് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് അവർ നന്നായിട്ട് അങ്ങോട്ട് യോജിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു ഇത്തിരി നേരം അടച്ചു വെച്ച് ഞാൻ കേട്ടോ, ഒന്ന് പച്ചമണം മാറുന്നിടം വരെ. പിന്നെ ഞാൻ മല്ലിയില ഇടാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ടേ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇവരെല്ലാം വരിയായിട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ആ ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിനെ യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുക കേട്ടോ, ഒന്ന് മോയ്സ്ചർ ആവുന്നതിന് വേണ്ടി കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച് എന്നിട്ട് ഇതിനെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, ആ ഒരു ചെറിയ തീയിൽ. നന്നായി ഇതിപ്പം കറക്റ്റായിട്ടുണ്ടേ. ഇനി തീ ഓഫ് ചെയ്യുക. നമ്മുടെ മസാല റെഡി. ഇനി നമുക്കാണെങ്കിൽ നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് പേര് വെച്ചിട്ടില്ലേ, അവരെ ഒന്ന് ശരിയാക്കി എടുക്കാം.
അതിനകത്ത് നിന്ന് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? പത്തിരിയൊക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്കാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ പത്തിരി എങ്ങനെ പരത്തുന്നതെന്ന്. കൗണ്ടർ ടോപ്പിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഈ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മാവുണ്ടല്ലേ, അതിനെ അങ്ങോട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തുമെന്ന് വെച്ചാൽ നല്ല കണ്ണാടി പോലെ പരത്തും, കണ്ണാടി പോലെ നൈസായിട്ട്. അതിച്ചിരി ഒന്ന് വിട്ടൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. പരത്തിയിട്ട് അതിനെ ആണെങ്കിൽ ഒരു 4ആയിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അങ്ങനെയും ഇങ്ങനെയും മടക്കാം. വീണ്ടും ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് വീണ്ടും പരത്തുക. നന്നായിട്ട് വീണ്ടും പരത്തിയെടുക്കുക. പക്ഷേ അതിനകത്ത് ആ വീഡിയോയ്ക്കകത്തേ അവരിങ്ങനെ പരത്തിയിട്ട്, ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ഞാൻ മുട്ട പപ്സ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. എന്തായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അവരിതേ കണക്ക് പരത്തി വീണ്ടും മടക്കി വീണ്ടും പരത്തി, അത് ഈ മുട്ട പപ്സിന് നമ്മൾ ലെയർ പോലെ കാണത്തില്ലേ, അങ്ങനെ ആവാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എൻ്റെ മുട്ട പപ്സിന് ഒരു ലെയറും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി വട്ടം ഞാൻ പരത്തുകയും ചതുരമല്ലല്ല ഇതാക്കുക 4ആയിട്ട് മടക്കുകയും വീണ്ടും പരത്തുകയും വീണ്ടും ചതുരാക്കുകയും ചെയ്ത് കേട്ടോ. പിന്നാണെങ്കിൽ ഇതാണെങ്കിൽ ഞാൻ ചതുരമാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് വീണ്ടും അങ്ങ് പരത്തി വന്നപ്പം വട്ടത്തിലായിപ്പോയി കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ നമ്മളാണെങ്കിൽ മുട്ട പപ്സിന് ഒരു ചതുരത്തിലുള്ള കഷ്ണത്തിനകത്തല്ലേ നമ്മൾ മസാല വെക്കുന്നത്. അതിനെ വീണ്ടും അതുകൊണ്ട് ഞാൻ ചതുരമാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതാണെങ്കിൽ റബ്ബർ പോലാണ്, നമ്മൾ അങ്ങോട്ട് പരത്തി വെക്കുമ്പോൾ അത് വീണ്ടും അതേ പഴയ രീതിയിൽ തന്നെ ഇങ്ങനെ തിരിച്ചു വരും. നമ്മൾ റബ്ബർ എങ്ങനെ വലിച്ചു വിടുന്നത് അതേ കണക്ക് തന്നെ അത് തിരിച്ച് അതിൻ്റെ സൈഡിൽ തന്നെ വരും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ മാവും പരത്തി വെച്ചേക്കുന്നില്ലേ, അതെല്ലാം ഞാൻ ഇതേ കണക്ക് പരത്തി 4ആയിട്ട് മടക്കി വീണ്ടും പരത്തി 4ആയിട്ട് മടക്കി വീണ്ടും പരത്തി 4ആയിട്ട് മടക്കി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഇച്ചിരി ക്ഷമയുള്ളവർക്കാണെങ്കിൽ ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ ക്ഷമയില്ലാത്തവർക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊക്കെ ദേഷ്യം വന്നു, എന്നാലും നമുക്ക് കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെയ്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇതേ കണക്ക് ഈ ചതുരത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മസാല വെക്കുക. നമ്മൾ പകുതി മുട്ട ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവർ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം പിടിച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. നമ്മൾ ചതുരത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമില്ലേ അതിന്. ഇപ്പോൾ ഒരു മുട്ട പപ്സിൻ്റെ ആകൃതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം എന്താണ്ടേ ഒരു മുട്ട പപ്സിൻ്റെ ആകൃതിയൊക്കെ ഇല്ലേ. അങ്ങനെ എല്ലാത്തിനെയും ഞാൻ മസാല വെച്ച് മുട്ട വെച്ച് 2 സൈഡും മടക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ടേ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം ആദ്യം. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കണേ. 2 സ്പൂൺ എണ്ണ മതി, കൂടിപ്പോണ്ട. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ നമ്മളുണ്ടാക്കി വെച്ച പപ്സ് ഉണ്ടല്ലേ അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കണം. അതേ കണക്ക് തന്നെ തീ ശ്രദ്ധിക്കണം. നമ്മൾ ലോയിലും മീഡിയത്തിനും ഇടയിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കാൻ കേട്ടോ. അല്ലാതെ തീ കൂട്ടി വെച്ചാലുണ്ടല്ലേ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അതേ കണക്ക് തന്നെ എല്ലാ മുട്ട പപ്സിൻ്റെയും എല്ലാ ഭാഗത്തും മുട്ട ഇങ്ങനെ തേച്ച് പിടിക്കാൻ വേണം. അത് ക്രിസ്പിനെസ് വരാനാണെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ മുട്ട എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഓരോ മുട്ടയല്ലല്ല ഓരോ പപ്സിനെയും നമ്മൾ കുക്കറിനകത്ത് പറക്കി വെക്കണം. കുക്കറിനകത്ത് ഞാനൊരു 4 മുട്ട പപ്സ് ചെയ്തുവാണേ ഓരോ വട്ടം വെച്ചത്. എന്നിട്ട് ഇനി കുക്കറിൻ്റെ വിസിലിൽ നിന്ന് നമ്മൾ ഊരി മാറ്റണ്ട കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അടയ്ക്കാം. ആ തീയിൽ വിസിലൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്ന് നോക്കി, അപ്പോൾ അത് മുരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 3 മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുക്കർ തുറന്ന് നമ്മളിതാണ്ട് എൻ്റെ മുട്ട പപ്സ് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം നോക്കിയപ്പോൾ മുരിഞ്ഞിട്ടില്ലായിരുന്നേ. അങ്ങനെ എല്ലാത്തിനെയും നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാത്തിനെയും തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ ഇതേ കണക്ക് തന്നെ കുക്കർ അടച്ച് ഞാനൊരു 8 മിനിറ്റ് പിന്നെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് ആദ്യം വെച്ച് പിന്നെ മുരിയാഞ്ഞ് പിന്നെ 3 മിനിറ്റ് വെച്ചായിരുന്നേ. അതേ കണക്ക് തന്നെ വീണ്ടും ഞാൻ തിരിച്ചിട്ടിട്ടും ഒരു 8 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റ് വീണ്ടും നമ്മൾ കുക്കർ അടച്ച് അത് വേവാൻ വെക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളെല്ലാം വേവിയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇതാണ്ട് ഇനി അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടോയെന്ന്, വിസിൽ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. വിസിൽ തുറന്ന് വിട്ടിട്ടൊന്നും നമ്മൾ ഇത് ഓപ്പൺ ആക്കരുത് കേട്ടോ, അന്നേരം വേവത്തില്ല. അങ്ങനെ എൻ്റെ മുട്ട പപ്സ് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് എടുത്ത് വെച്ച് കാണിച്ചു തരാം. നോക്കണേ. പക്ഷേ എനിക്കുള്ള മുട്ട പപ്സിന് എന്തോ ഒരു ഫോൾട്ട് വന്നെന്ന് പറയട്ടെ. അതിന് ആ മുട്ട പപ്സിൻ്റെ ആകൃതി വന്നില്ല.
അതുമല്ല അതിന് ഇച്ചിരി ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. അല്ലാതെ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മട്ടൻ പപ്സിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി ഓയിലി ആയിട്ട് തോന്നി. ആകൃതിയും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇനി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കൊള്ളുമായിരിക്കും കേട്ടോ. ഇനിയാണെങ്കിൽ എനിക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടേ, എൻ്റെ മോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ അവരെ എല്ലാം വിളിച്ച് ഞാനാണെങ്കിൽ ഇത് കൊടുക്കുവാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്